അത് തുടങ്ങിണ്ടായിരുന്നില്ല. പൊള്ളി പൊള്ളി പൊള്ളി. അയ്യോ അതിന്റെ കണ്ണ് പുറത്തു വന്നു. യൂട്യൂബിലിടട്ടെ. പണി തുടങ്ങി മക്കളെ. ഫോൺ പിടിക്കുന്നതൊക്കെ ഇടൂട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ വലിയ വ്ളോഗാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് ഞങ്ങൾക്ക് കുറേ പ്ലാനുണ്ട്. കുറേ പ്ലാൻ ഉണ്ട്. ഇന്ന് പാടത്തേക്കൊക്കെ ഇറങ്ങണം, മഴ നനയണം, താളി തേച്ച് കുളിക്കണം, പിന്നെന്തൊക്കെ, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ചെയ്യണം. മീൻ പിടിക്കണം, പിന്നെ വീട് കാണിച്ചു തരാം. ഇതാണ് വീട്. ഇത് മാമയുടെ കുട്ടിയാണ് മുതലാളി. ദേ ആ ഓടി വരണതും മാമയുടെ രണ്ടാമത്തെ കുട്ടിയാണ്. എല്ലാരും അവസാനം വരെ കാണാം. എന്തൊക്കെ സംഭവിക്കാന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഓരോ മുഖങ്ങളൊക്കെ വീഡിയോ എടുക്കണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണ് എഴുതിയിട്ടൊക്കെ വന്നിരിക്കുകയാണ് ഒരാള്. അപ്പൊ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. ബൈ. ചാടിത്തുള്ളി പോണത് നോക്കൂ ഗൈസ്. കുറച്ച് പറ്റുണ്ടെന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വീഞ്ഞാലൊന്നും വരില്ല. നമുക്ക് തോട്ടത്തേക്കൊന്ന് പോയി നോക്കാം. തോട്ടത്തിൽ ഒരു കുളമുണ്ട്. കുളിക്കാനൊന്നും പറ്റില്ല. കുളിക്കാൻ പറ്റിയിരുന്നു. പണ്ടത്തെ ഒരു കുളമാണ്. ചെറുപ്പത്തിൽ മഴയൊക്കെ പെയ്തിട്ട് അത് നിറഞ്ഞിട്ടുണ്ടോ നോക്കാം. അവിടുത്തെ വെള്ളത്തിനോ നോക്കട്ടെ കേട്ടോ. ഇതാണ് കുളം. ഇപ്പം ഇന്നലെ എൻ്റെ മഴ പെയ്ത് ഇതായോണ്ടോ തോന്നുന്നു അത്രക്കില്ല. അത് ശരിക്കും ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും. വെള്ളം കാണുന്നുണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ കലങ്ങിയേക്കും. ശരിക്കും കുളം നല്ല നീല വെള്ളമായിട്ട് നല്ല രസമാണ്. പക്ഷെ ഇപ്പൊ വെള്ളം കലങ്ങിയിട്ട്. അയ്യോ, ഇതാണ് വീട്. വീട് കാണാണ്ടോ? ഇതിൻ്റെ ഇടയിൽ കൂടെ കുളം ഇവിടെ അടുത്താണ്. നമുക്കിനി വേറെ കുളം കിട്ടാ. മൊത്തം തോട്ടാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ മുത്തശ്ശൻ്റെ ഒക്കെ കൂടെ അടയ്ക്ക പെറുക്കാൻ വേണ്ടിയിട്ട് ഈ തോട്ടത്തിൽ വന്നായിരുന്നു. അതുപോലെ തോട്ടം ഇതുപോലെ കൗങ്ങിക്കും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ മെമ്മറീസ് ഉള്ള കിണർ കാണിച്ചു തരാം. ഇതാണ് കിണർ. വെള്ളം വരും. അപ്പോൾ ഇതാണ് കിണർ. ഇവിടെയൊക്കെ തോട്ടാണ്, അവിടെയും തോട്ടാണ്. പറ. ചെറുപ്പത്തിൽ നമ്മൾ തോട്ടം തിരിക്കുമ്പോഴേ കുറേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുളിച്ചായിരുന്നു. ഇവിടെ ഫുള്ള് വെള്ളം. ഇവിടെ മോട്ടർ അടിച്ചിട്ട് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാവും. എന്നിട്ട് പൈപ്പൊക്കെ അടിച്ചിട്ട് ഇവിടെ ആകെ വെള്ളമാവും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ചാലിലൊക്കെ കുറച്ച് പണിയുണ്ട്. ഞങ്ങളെ പാടം കാണിച്ചു തരാം. പാടാണിത്.
ഇതാണ് നമ്മുടെ ചാല്. ഈ ചാല് നമ്മളൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം. ഞങ്ങള് ചെറുപ്പത്തില് കളിച്ച ചാലല്ല ഇത്, ആയുധം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തില് കളിച്ച ചാലല്ല, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പുല്ലൊക്കെ വളർന്ന് ഞങ്ങൾ കുറേ കളിച്ചിട്ടുണ്ടായിരുന്ന ചാലാണ്. ആ അറ്റത്തൊരു കുളം ഉണ്ട്, അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. അപ്പോൾ ഇവിടെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. മീൻ പിടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. മീനില്ല, മീനൊന്നും കാണാനില്ല, അതുകൊണ്ട് മീൻ പിടിക്കണില്ല. പക്ഷെ ചാലൊന്ന് പഴയ കോലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കൈക്കോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് കളിക്കുകയാണ്. പണി തുടങ്ങി മക്കളെ, പണി തുടങ്ങി. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഗീതമായി ഇങ്ങോട്ട് വരൂ, വീഡിയോ എടുക്കാം. ഇങ്ങോട്ട് വരൂ, നമുക്കൊരു റീൽ എടുക്കാം. വരൂ ഗായ്സ്, ഇതാണ് ഗീതമായി. ഒരു ഹായ് പറയൂ, ഒരു ഹായ്. ഇങ്ങനെ കളക്കിയാന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആദ്യത്തെ തൊട്ടിന് തന്നെ അയ്യോ. ലേശം കൂടുതലാണ്. ഞങ്ങൾക്ക് ഇതിൽ അതവിടെ വൃത്തിയാക്കേണ്ടി വരും. അവിടെ അല്ലെങ്കിൽ നമുക്കിത് ക്യാൻസൽ ആക്കിയാലോ? ഗായ്സ്, ഇത് ഞങ്ങൾ വിചാരിച്ച അത്ര എളുപ്പമുള്ള പണിയല്ല, നല്ല വൃത്തിയാക്കാണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങളിത് ഉപേക്ഷിക്കുകയാണ്. ഞാൻ സുലുമാമനെ വിളിച്ചു തരാം. ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ ബൈ. അമ്മമ്മ അട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അട കഴിക്കണം, അതാണ് അടുത്ത പരിപാടി. മഴ പെയ്യാണെങ്കിൽ മഴ നനയണം, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. കുളത്തിന്റെ അവിടെ പോയിട്ട് കുളത്തിലൊക്കെ കാലൊക്കെ നനച്ച് വരണം. കുളത്തിന്റെ അവിടെ പോകണം. കർഷകശ്രീ അവാർഡിനായി പരിശ്രമിക്കുന്ന മിസ് അനശ്വര MP, എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? പല്ല് മുറിയ പണിയെടുത്താൽ പല്ല് മുറിയ തിന്നാണ്. പല്ല് മുറിഞ്ഞാ പിന്നെയും തിന്നണ്ടേ? ഞങ്ങൾക്ക് എന്തോ പ്രാന്താണോ എന്നുള്ള രീതിയിൽ അവിടെ ഇതാ കുറച്ച് പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹായ് കൊടുത്താൽ അങ്ങോട്ട്. അയ്യേ നാണക്കേട്. കുട്ടികളവിടെ വേറെ ഡിസ്കഷനിലാണ് നോക്കിയിരിക്കാം, അല്ലെങ്കിൽ ചേച്ചിയുടെ വാക്കൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും ഇങ്ങനെ ശശിയില്ലേ ഒന്നും കൂടി ഇതാ അവന് നോക്കുന്നുണ്ട്. ആ തന്നു 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 തന്നു. നമ്മളെ നോക്കി കൈ വീശുന്നു. പാമ്പ് 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 വെറുതെ പറ്റിച്ചേ. ഞങ്ങൾ ടാറ്റ കാണിച്ചപ്പോഴത്തേനും കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളേനെ അറിയാത്രേ, ബാക്കിയുള്ള ആരെയും അറിയില്ല. ഇതേതാ പുതിയ ബംഗാളി വെച്ചിട്ട് വന്നതായിരിക്കും പണിയെടുക്കണ ഈ ബംഗാളി. ഏയ് അവിടെ 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 ചെയ്യ, അവിടെ ചെയ്യ. പിള്ളേരങ്ങനെ ഇതുവരെ എത്തി, ഇങ്ങോട്ട് തന്നെയാണ്. അനുഷ് റാഗ് ചെയ്തോണ്ടിരിക്കവരാണ്. പിന്നെ നിങ്ങൾ ചേച്ചീനെ എത്തിയ യൂട്യൂബിലിടട്ടെ? ഏയ് ഇടട്ടെ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പാമ്പില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നടക്കാം. ചേച്ചിനെ ഗായ്സ്, ഞങ്ങൾ വെള്ളത്തിൽ കൂടെ അതിസാഹസികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കളകളേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ പറയണത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടോ ഗൈസ്, കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്ന് പറഞ്ഞേ. ശ്രീകുട്ടിയെ ഓക്കെ
താങ്ക് യു. കമന്റ് ചെയ്യണം. അടുത്ത ഞങ്ങളിതാ അവിടെ നിന്നാണ് വന്നത്. സ്റ്റെപ്പ് കാണാണ്ടോ? സ്റ്റെപ്പ് ഇവിടെ, ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിതാ ഇവിടെ എത്തി. ഇനി നമുക്ക് വേറൊരു എന്താ ഇന്നത്തെ പരിപാടി? തോട്ടിൽ വെള്ളം ഉണ്ടോ? അപ്പൊ നമുക്ക് തോടത്തിന്റെ താഴെ തോടാണ്. ഇതാണ് ഞങ്ങളുടെ തോട്. അധികം വെള്ളമില്ല അല്ലേ? കുറച്ചും കൂടി ഒഴുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതെ, വഴുക്കി വീഴാറുണ്ട്. ഹായ്. കുപ്പിച്ചില് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. കുട്ടികളെ അഡ്വഞ്ചറസ് ആയി വരണം. നോക്കൂ, അവിടെ വേണ്ടട്ടാ, കോലും കുത്തി വരണ കണ്ടു. ഇതിൽ കുളിച്ചവരാരൊക്കെ കൈ പൊക്കുക. ആ, കുളിക്കാത്തവരൊന്നും പേടിക്കണ്ട. വീട്ടില് പറഞ്ഞിട്ടല്ലേ പോന്നേ? അല്ല, ഞങ്ങള് ചെറുതായിട്ട് പറഞ്ഞിട്ടില്ല. ശ്രീകുട്ടി ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. നീർക്കോലിന്റെ എത്ര ചേച്ചിയാണ്. നന്നായി. അയ്യോ, മനസ്സിലായിക്കോളൂ. ഗായ്സ് നോക്കൂ, നീർക്കോലിയുള്ള സ്ഥലത്ത് പോയി ഇരിക്കാനുള്ള ധൈര്യം. ഓ, പേടിയുണ്ട്, അതാണ് നിങ്ങൾ നോക്കാം. പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ആ, ഞങ്ങളെ അന്വേഷിച്ചിട്ട് അവിടെ ആൾക്കാർ വന്ന് നിക്കണുണ്ട്. കാണാണ്ടോ നിങ്ങൾക്ക്? നടുടിച്ച് വീണ അവിടെ പറഞ്ഞില്ല, വേണ്ട, ഹൈറ്റില്ല, എന്നാലും കുനിയാണ് കണ്ടു. എന്താണ് അവിടെ? നമുക്കും പോയി നോക്കാം ഗൈസ്. പാവം കുട്ടി, ഞങ്ങളുടെ ചെരുപ്പൊക്കെ എടുത്ത് വെക്കാം. ഇതും കൂടി ഇത് മട്ടാലേ, നമുക്കും ചെറുതായിട്ട് വട്ടാ. നമ്മൾ ഇറങ്ങി വന്നു ഗൈസ്. ബൈ, ഞങ്ങളിപ്പോ പോവും. ശ്രീകുട്ടി ടാറ്റ. ഞങ്ങൾ കുറച്ചു നേരം പാലത്തിന്റെ മുകളിൽ കയറി ഇരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കാം. അയ്യോ, ഗായ്സ്, ഞങ്ങള് അടുത്തത് പോണത് എങ്ങട്ടാ? കുളത്തേക്ക് പോവാം. നമ്മുടെ ഫാൻസും വരുന്നുണ്ട്. യൂട്യൂബ് ഒക്കെ ഉണ്ട് ഗായ്സ്. ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇല്ല എന്നാണ് ഇവരുടെ വിചാരം. തല ഇങ്ങോട്ടിട്ടിട്ട് നോക്ക്. അനുഷിന് ഓർമ്മ ഉണ്ടാ പോത്ത് ഓടിച്ചത്? നമ്മളെന്നെ പോത്ത് പിന്നാലെ ഓടിയത് ഓർമ്മ ഉണ്ടാ? ആ, ഞങ്ങള് ഓണത്തിന്റെ സമയത്തെ തുമ്പ പൊട്ടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടൊക്കെ വരാൻ വന്നതാ. ഒരു പോത്ത് ഉണ്ടായിരുന്നു. പോത്ത് ഓടി ഞങ്ങളുടെ പിന്നാലെ ഓടി. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഓടിയിട്ട് വേഗം അകത്തേക്ക് കയറി. കുത്തണ്ടതായിരുന്നു. തൊട്ടില്ല എന്നുള്ള. അയ്യോ, സ്റ്റോറേജ് ഫുള്ളാവോന്നാവോ? എന്തായാലും നമുക്ക് നോക്കാം. ഇതിനാണ് ഞങ്ങളെ കുളത്തേക്ക് കൊണ്ടുപോകണത്. വഴി കാട്ടുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷെ ഇവർ ഈ വഴി ആദ്യമായിട്ട് കാണണെന്നാണ് പറയണത്. കുളം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് കുളം. ഞങ്ങൾ ചെറുപ്പത്തിൽ കുറേ ഇവിടെ വന്നിട്ട് നീന്തിയിട്ടുണ്ട്. പക്ഷെ ഈ കുളം ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ്. കാരണം കുറെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ചെറിയൊരു പേടിയാണ്. നല്ല നീലക്കുളം. ചെരുപ്പ് പോരൂ. രണ്ട് നീർക്കോലി, 4 മൂർക്കൻ, ഒരു വെള്ളിക്കെട്ടൻ, അങ്ങനെയൊക്കെ തന്നെ ഉള്ളു. അടുത്ത അവാർഡ് വാങ്ങാൻ വേണ്ടി, കുളം വൃത്തിയാക്കൽ അവാർഡ് വാങ്ങാൻ വേണ്ടി അനശ്വര നീന്തിയിട്ട് ഇങ്ങോട്ട് പോയോ? എന്തായാലും അമ്മമ്മയുടെ നിന്ന് ചീത്ത വെക്കും. വലിച്ച് പാമ്പിനെ വലിക്കണ്ടോ? നീന്തി എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്ക് ഗായ്സ്. മിസ് അനശ്വര നീന്തി. കുട്ടികളൊക്കെ കണ്ടോ ഇതെങ്ങനെയാണ് നീന്തട്ടാ? ഞാൻ നീന്തണം ആദ്യമായിട്ട് കാണുക.
അയ്യോ മരിച്ചു. എന്താ മരിച്ചു ഇത്ര. നനഞ്ഞിട്ടില്ല. തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോട്ടെ. വീട്ടിൽ ചെന്നിട്ട് വേണം ചീത്ത കേൾക്കാൻ. ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കി നടക്കാം. സൂര്യൻ കാല് തട്ടി വീണതാന്ന് പറഞ്ഞാൽ മതി. അമ്മമ്മ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കാം. അട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അട കഴിക്കാം. അവിടെ പോയിട്ട് നോണ പറയണ്ടവര് കാല് തട്ടി കുളത്തിൽ വീണുന്നൊക്കെ. കണ്ടോ ഗൈസ്, കാണുമ്പോ തന്നെ കൊതിയാവുന്നു. കണ്ടോ കിണിയാടെ ഇഷ്ടം. നല്ല ചൂട്. പൊള്ളി കഴിക്കാൻ ഞാൻ കഴിക്കട്ടെ. അമ്മമ്മയുടെ അട ഏട്ടന്റെ ഭാര്യ നായക്കുട്ടിയോട് തമ്മിലുള്ള സ്നേഹപ്രകടനം. ഒരു സാധനം ഉണ്ട്, ഇങ്ങോട്ട് പോയോ? ഇറക്കുവോ? അയ്യോ ഇറക്കണു. അതിനെടുക്ക്. വേദനിക്കോ? അയ്യോ അതിന്റെ കണ്ണ് പുറത്തു വന്നു. ഓ കണ്ണ് കൊണ്ടൊന്നുമില്ല, കുറച്ചും കൂടി കൊണ്ടുപോകണം. നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം. ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ച് തന്നെയാണ് ഇപ്പോഴും കഴിക്കാനുള്ളത്. ചക്കക്കൂട്ടാൻ എനിക്ക് ചക്കക്കൂട്ടാൻ എന്ന് പറയുന്നത് ചക്ക എലിശ്ശേരി തന്നെയാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായ കാരണമാണ് ഞാനത് ചോറിനെടുത്തത്. വേറെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു, ഞാനതൊന്നും എടുത്തില്ല. പിന്നെ അത് തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. പിന്നെ അടുത്ത പരിപാടി കുട്ടികൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത്രേ അവരേനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറയണത്. എന്താ ഹെൽപ്പ് ചെയ്യണ്ടേ? മലയാളം പറഞ്ഞു കൊടുക്കണം അത്ര. അപ്പോൾ അവരേനെ പഠിപ്പിക്കാനും ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാം. പിന്നെയുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താ, ആൽബം കാണണം. എൻ്റെ അമ്മയുടെ ആൽബം, ഇവിടുത്തെ ആൽബം ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ അമ്മയുടെ അനിയൻ്റെ മാമയുടെ ആൽബം ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. അത്രയ്ക്കേ ഉള്ളൂ ഇന്ന് ഗൈസ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നറിയാം. അത് പാടത്തിൻ്റെ സൈഡാണ് ഈ വീട്. അപ്പോൾ അതിന് വീടിൻ്റെയും അങ്ങനെ ഓരോ ജന്തുക്കളുടെ സൗണ്ടാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അതായിരിക്കും കേൾക്കുക. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ